നമസ്കാരം. KFCയുടെ അടുത്ത വീഡിയോ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഫിനാൻഷ്യൽ കോഡിന്റെ ക്ലാസ്സുകളാണ്. ഇപ്പൊ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നേരിട്ട് കടക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഈ ചാപ്റ്ററുകൾ ഒന്നോ രണ്ട് ചാപ്റ്ററുകളൊക്കെ കഴിയുമ്പോൾ വിശദമായ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ആയിട്ടുള്ള മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ തരും. ആ ചോദ്യങ്ങൾ ചോദ്യങ്ങളിൽ അതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ വെച്ചിട്ടാണ് തരിക. ഒരു ചോദ്യോത്തരം മാത്രമല്ല. അപ്പം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരിക്കലും ഈ കണ്ടന്റൊക്കെ ക്ലാസ് കേട്ട് കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ കണ്ടന്റ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അത് ആ രീതിയിൽ തുടർന്ന് പോവുക. ഇപ്പം എല്ലാ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൻ്റെ ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും തന്നെ പ്ലേലിസ്റ്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾക്ക് പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പ്ലേലിസ്റ്റ് എന്ന് കാണാം. ആ പ്ലേലിസ്റ്റിൽ ഏത് പിന്നെ പേപ്പറാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൽ ടച്ച് ചെയ്താൽ ആ പിന്നെ പേപ്പറുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോസും ഒരുമിച്ച് വരും. അത് നമുക്ക് ക്രമത്തിൽ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ പറയാനുള്ളത്, ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയാനുള്ളത്, നമുക്ക് ഗവൺമെന്റ് റവന്യൂ, ആ ഗവൺമെന്റ് റവന്യൂ ഇനങ്ങളിൽ പ്രധാനമായിട്ടും ലാൻഡ് റവന്യൂ, സംസ്ഥാന നികുതികളിൽ നിന്നുള്ള വരവ്, ഡ്യൂട്ടികൾ, വാട്ടർ സപ്ലൈയുടെ ചാർജ് തുടങ്ങിയവയുണ്ട്. പിന്നെ സേവനങ്ങൾക്കുള്ള ഫീസുണ്ട്, ഫൈനുകളുണ്ട്, പെനാൽറ്റികളുണ്ട്, ഗവൺമെന്റ് എസ്റ്റേറ്റുകളിൽ നിന്നുള്ള വരുമാനമുണ്ട്. ഇതെല്ലാം കൂടി കൂടിച്ചേർന്നതാണ് ഈ പിന്നെ വകുപ്പ് അധികാരികൾ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റ് റവന്യൂ എന്ന് പറയുന്നത്. ഈ റവന്യൂവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഉദ്യോഗസ്ഥരുടെ, ഗവൺമെന്റ് ജീവനക്കാരുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും കൃത്യമായിട്ട് ഉണ്ട്. അത് നമ്മൾ പറയുമ്പോൾ ഒന്ന് കളക്ഷനാണ്, പിന്നെ അത് അടയ്ക്കലാണ്, അതിൻ്റെ അക്കൗണ്ട് സൂക്ഷിക്കലാണ്. നമ്മൾ കിട്ടാനുള്ള പണം പിരിച്ചെടുക്കണം, അതിൻ്റെ അക്കൗണ്ടുകൾ സൂക്ഷിക്കണം, അത് കൃത്യമായി ട്രഷറികളിൽ അടയ്ക്കണം. അതാണ് ഇതിൽ പറയുന്നത്. വരവുകളുടെ കളക്ഷനും അതിനുശേഷം നമ്മളിത് കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യണം, അതിൻ്റെ പരിശോധനയും നടത്തണം. അപ്പോൾ ഗവൺമെന്റിൽ ലഭിക്കാനുള്ള റവന്യൂ കൃത്യമായി നിർണ്ണയിക്കുകയും അവ പിരിച്ചെടുക്കുന്നതിന് സമയമാവുമ്പോൾ ഡിമാൻഡ് നടത്തുകയും ചെയ്യേണ്ടത് ജീവനക്കാരുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ് കൺട്രോളിംഗ് ഓഫീസർമാരും തൻ്റെ നിയന്ത്രണത്തിലുള്ള റവന്യൂ പിരിവിൻ്റെ പുരോഗതി കൃത്യമായി നിരീക്ഷിക്കേണ്ടതും ഡിമാൻഡ് പ്രകാരമുള്ള റിക്കവറി റിവ്യൂ ചെയ്യേണ്ടതുമാണ്. അപ്പം നമ്മൾ ഒരു കളക്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിമാൻഡ് ഉണ്ടാവും. ആ ഡിമാൻഡ് നേരത്തെ തന്നെ ആ ഡിമാൻഡ് പ്രകാരം നമ്മൾ കളക്ഷൻ നടത്തും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ ഘട്ടങ്ങളിലും കൺട്രോളിംഗ് ഓഫീസർമാർ, ഓരോ ഡിപ്പാർട്ട്മെന്റിൻ്റെയും കൺട്രോളിംഗ് ഓഫീസർമാർ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള റവന്യൂ പിരിവിൻ്റെ പുരോഗതി കൃത്യമായിട്ട് നിരീക്ഷിക്കും. അങ്ങനെ നിരീക്ഷിച്ചതിന് ശേഷം ഡിമാൻഡ് പ്രകാരമുള്ള റിക്കവറി പൂർണ്ണമായും നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അത് അവരുടെ ഒരു ചുമതലയിൽപ്പെട്ടതാണ്, കൺട്രോളിംഗ് ഓഫീസർമാരുടെ. വേണ്ടത്ര നടപടികൾ എടുത്തിട്ടും കുടിശ്ശികയിൽ ചിലത് കിട്ടാനുണ്ടായിരിക്കുകയും അവയിൽ ചില ഭാഗം കിട്ടാൻ സാധ്യതയില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്താൽ അങ്ങനെയുള്ള കിട്ടാക്കടങ്ങൾ എഴുതി തള്ളാനുള്ള നടപടി എടുക്കുന്നതിന്, അതിൻ്റെ അനുമതി ലഭിക്കുന്നതിന് പിന്നെ നടപടികൾ കൈക്കൊള്ളേണ്ടതും ഈ കൺട്രോളിംഗ് ഓഫീസർമാരാണ്. പിന്നെ നമ്മൾ ഈ പിരിച്ചെടുത്ത റവന്യൂ കളക്ഷൻ നടത്തിയാൽ നമ്മൾ അതിൽ ട്രഷറികളിൽ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റിന് ലഭിക്കാനുള്ള വകയിൽ ഏതെങ്കിലും തുക ലഭിച്ചു കഴിഞ്ഞാൽ ലഭിച്ച തുകയ്ക്ക് റെസീറ്റ് നൽകണം. ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട തുകയ്ക്ക് ഏത് തുക ലഭിച്ചാലും അതിന് നമ്മൾ റെസീറ്റ് നൽകേണ്ടതാണ്. ഈടാക്കിയ തുകയുടെ വിശദാംശങ്ങൾ റെസീറ്റ് ബുക്കിന്റെ കൗണ്ടർ ഫോയിൽ കാണിക്കണം. അപ്പോൾ ഈ ഈടാക്കിയിട്ടുള്ള തുകയുടെ വിശദാംശങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഈ റെസീറ്റ് ബുക്കിന്റെ കൗണ്ടർ ഫോയിലിൽ കാണിക്കേണ്ടതാണ്.
ഓരോ ഓഫീസറുടെയും ദിവസേനയുള്ള കളക്ഷൻ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിക്കണേ. ഓരോ ഓഫീസറുടെയും, ഗവൺമെന്റ് ഓഫീസർ പണം കളക്ട് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫീസറുടെയും ദിവസേനയുള്ള കളക്ഷൻ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ട്രഷറിയിൽ അടയ്ക്കണം. ദൂരെ കൂടുതൽ ഇപ്പം മറ്റോ ഉണ്ടെങ്കിൽ കാരണത്താലോ അത് സാധിക്കാതെ വന്നാൽ അവ ആഴ്ചയിൽ ഒരിക്കൽ അവസാനത്തെ വർക്കിംഗ് ഡേയിൽ, പ്രവൃത്തി ദിവസത്തിൽ അടയ്ക്കേണ്ടതാണ്. ഇപ്പോൾ വളരെ ദൂരെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കളക്ഷൻ ഒക്കെ വരുമ്പോൾ അത്തരം കളക്ഷൻ ഓരോ ദിവസവും വന്ന് അടയ്ക്കാൻ സാധിക്കാതെ വരും. അത്തരം സന്ദർഭങ്ങളിൽ ആഴ്ചയിലെ അവസാന വർക്കിംഗ് ഡേ അത് അടയ്ക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 500 രൂപയിൽ കുറവാണെങ്കിൽ അത് ട്രഷറിയിൽ അടയ്ക്കാൻ പാടില്ല എന്നുണ്ട്. ഇപ്പൊ 500 രൂപയിൽ കൂടുതലുള്ള ഒരു സംഖ്യ മാത്രം നമ്മൾ ഇത്തരത്തിലുള്ള കളക്ഷൻസ് ട്രഷറിയിൽ അടച്ചാൽ മതി. ബാക്കി നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് സൂക്ഷിക്കാവുന്നതാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അടുത്തത് നമ്മൾ അക്കൗണ്ടുകൾ വെച്ച് പോരുന്നതാണ്. നമ്മളിങ്ങനെ പിന്നെ കളക്ഷൻ നടത്തി, റവന്യൂ പിരിവ് നടത്തി, കളക്ഷൻ നടത്തി, അതിനുശേഷം നമ്മളത് ട്രഷറികളിൽ അടയ്ക്കുന്നു. ആ ട്രഷറികളിൽ അടയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ കൃത്യമായ അക്കൗണ്ടുകൾ വെച്ച് പോരേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ തനിക്ക് ഉത്തരവാദിത്തമുള്ള ഗവൺമെന്റിന്റെ എല്ലാ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും കൃത്യമായ അക്കൗണ്ടുകൾ വെച്ച് പോരുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാ ഗവൺമെന്റ് ജീവനക്കാരും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പൊ പണം സ്വീകരിച്ചതിന് ശേഷം അത് ട്രഷറിയിൽ കൊണ്ടുപോയി അടച്ചാൽ പോരാ, അതിന്റെ അക്കൗണ്ടുകൾ കൃത്യമായിട്ട് വച്ചു പോരുന്നുണ്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം കൂടി ജീവനക്കാർക്കാണ്. ഇനി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാൽ, റവന്യൂ കളക്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനാൽ ചതിക്കപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ പ്രേരണയാല് അക്കൗണ്ടിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടോ ഉണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനും മാത്രമായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഒരു ജില്ലയ്ക്ക് വേണ്ടി മറ്റൊരു ജില്ലയിൽ നിന്നും കളക്ട് ചെയ്ത റവന്യൂ അത് സ്വീകരിക്കുന്ന ജില്ലയുടെ ട്രഷറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടതും വിവരം ബന്ധപ്പെട്ട ജില്ലയിലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഓഫീസറെ അറിയിക്കേണ്ടതുമാണ്. അപ്പം മറ്റൊരു ജില്ലയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു ജില്ലയിൽ നിന്നും കളക്ട് ചെയ്ത റവന്യൂ എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് സ്വീകരിക്കുന്ന ജില്ലയുടെ ട്രഷറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാണ്. അതിനുശേഷം ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഓഫീസറെ അറിയിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എല്ലാ കൺട്രോളിംഗ് ഓഫീസർമാരും തങ്ങളുടെ കീഴ് ജീവനക്കാർ ഈടാക്കിയിട്ടുള്ളതും ട്രഷറിയിൽ അടച്ചിട്ടുള്ളതുമായ തുകകളെ സംബന്ധിച്ച് അക്കൗണ്ടുകളും റിട്ടേണുകളും വാങ്ങി സൂക്ഷിക്കേണ്ടതും ഹെഡ് ഓഫ് അക്കൗണ്ടുകൾ അനുസരിച്ച് ഓരോ മാസത്തെയും സംഖ്യകൾ കൂട്ടിച്ചേർത്ത് ഒന്നാക്കുകയും ചെയ്യേണ്ടതാണ്. അത് ഈ കൺട്രോളിംഗ് ഓഫീസറുടെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് പറയുന്നത്. എക്സ്പെൻഡിച്ചറിന്റെ സംഗതികളിൽ റീകൺസിലേഷൻ ജോലികളുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മ നിരീക്ഷണം നടത്തേണ്ടതാണ്. ചീഫ് കൺട്രോളിംഗ് ഓഫീസർമാർ റീകൺസിലേഷൻ സംബന്ധിച്ച ഒരു സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും സെപ്റ്റംബർ 30-നും മാർച്ച് 31-നും ധനകാര്യ വകുപ്പിന് നൽകേണ്ടതാണ്. അതായത് റീകൺസിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വരവ്, നമ്മൾ റവന്യൂ സർക്കാർ റവന്യൂ കളക്ട് ചെയ്തു, അത് അക്കൗണ്ട് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ കണക്കുകൾ സൂക്ഷിച്ചു, അതിനുശേഷം നമ്മൾ ട്രഷറിയിൽ അത് അടയ്ക്കുന്നു. ആ ട്രഷറിയിൽ അടച്ച സംഖ്യയും നമ്മളുടെ ഈ ഗവൺമെന്റ് ജീവനക്കാരൻ സൂക്ഷിച്ചിട്ടുള്ള കളക്ഷനുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ചിട്ടുള്ള റെക്കോർഡുകളും തമ്മിൽ ഒത്തുനോക്കുന്നതിനാണ് റീകൺസിലേഷൻ എന്ന് പറയുന്നത്. അത് ഇടവേളകളിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ട്രഷറിയിൽ അടച്ച പണവും അത് അവിടെ രേഖയുണ്ടാവും. ആ അടച്ച പണവും ജീവനക്കാരൻ റവന്യൂ കളക്ഷൻ നടത്തുന്ന ജീവനക്കാരൻ സൂക്ഷിച്ചിട്ടുള്ള അക്കൗണ്ടുകളും തമ്മിൽ ഒത്തുനോക്കുക, റീകൺസീൽ ചെയ്യുക. അതാണ് ഈ റീകൺസിലേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ കൺട്രോളിംഗ് ഓഫീസർമാര് റീകൺസിലേഷൻ നടത്തിയതിന് ശേഷം എല്ലാ ഓഫീസുകളിലും ഇത്തരത്തിൽ റീകൺസിലേഷൻ ഉണ്ടാവും. അത് നടത്തിയതിന് ശേഷം പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, സെപ്റ്റംബർ 30-നും മാർച്ച് 31-നും ധനകാര്യ വകുപ്പിന് ഈ ഒരു സർട്ടിഫിക്കറ്റ്, റീകൺസിലേഷൻ സംബന്ധിച്ച ഒരു സർട്ടിഫിക്കറ്റ് ചീഫ് കൺട്രോളിംഗ് ഓഫീസർ നൽകേണ്ടതാണ്. ഒരു വർഷത്തിൽ 2 തവണ ഇത്തരത്തിൽ റീകൺസിലേഷൻ നടത്തിയിട്ടുള്ള
ആയി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകണം. ഇനി നമ്മൾ ഈ റവന്യൂ ഒക്കെ കളക്ട് ചെയ്യുന്ന ഓഫീസർമാർക്ക് മേലെ അത് സൂക്ഷ്മ നിരീക്ഷണം നടത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ ഉണ്ടായിരിക്കും. ആ ഇൻസ്പെക്ടർ ഓഫീസർമാരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ, കൗണ്ടർ ഫോയിൽ റെസീറ്റ് ബുക്കുകളിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള കൗണ്ടർ ഫോയിലിലെ രേഖപ്പെടുത്തൽ ഒറിജിനൽ കളക്ഷൻ രജിസ്റ്ററുമായി ഒത്തുനോക്കേണ്ടതാണ്. കളക്ഷൻ രജിസ്റ്ററിലെ ആകെത്തുകയും ട്രഷറിയിൽ അടച്ചിട്ടുള്ളതായി കാണിച്ചിട്ടുള്ള ചെലാന്റെ ആകെത്തുകയും ഒന്ന് തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പൊ ഈ ഇൻസ്പെക്ഷൻ പെട്ടെന്നുള്ള ഇൻസ്പെക്ഷൻ നടത്തും, പറഞ്ഞിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തും. ഈ ഇൻസ്പെക്ഷൻ നടത്തുന്ന ഇൻസ്പെക്ടിംഗ് ഓഫീസർമാര് നമ്മൾ കൃത്യമായിട്ട് ഈ റെസീറ്റ് ബുക്കുകളിലെ കൗണ്ടർ ഫോയിലില് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ, ആ രേഖപ്പെടുത്തലുകൾ ഒറിജിനൽ കളക്ഷൻ രജിസ്റ്ററുമായി, ആ റെസീറ്റ് ബുക്കുകളിലെ കളക്ഷനും ഒറിജിനൽ കളക്ഷൻ രജിസ്റ്ററിലും അത് ട്രഷറിയിൽ അടച്ചിട്ടുള്ളതായി കാണിച്ചിട്ടുള്ള ചെലാന്റെ തുക, ഈ മൂന്നും കൂടി ഇൻസ്പെക്ടിംഗ് ഓഫീസർമാര് ഒത്തുനോക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ ഒരു വലിയ ഒരു സംവിധാനമാണിത്. കളക്ട് ചെയ്യുക, അക്കൗണ്ടുകൾ സൂക്ഷിക്കുക, ട്രഷറിയിൽ നമ്മൾ അത് അടയ്ക്കുക, അതോടൊപ്പം തന്നെ ഇൻസ്പെക്ടിംഗ് ഓഫീസർമാര് ഈ റെസീറ്റ് ബുക്കിന്റെ കൗണ്ടർ ഫോയില്, കളക്ഷൻ രേഖപ്പെടുത്തിയിട്ടുള്ള രജിസ്റ്ററുകൾ, ആ ട്രഷറിയിൽ അടച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ള ചെലാന്റെ ആകെത്തുക, ഇതെല്ലാം കൂടി ക്രോസ് ചെക്കിങ് നടത്തണം. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ടെല്ലാം ഒന്ന് തന്നെയായിരിക്കണം എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇൻസ്പെക്ടിംഗ് ഓഫീസർമാരാണ്. റവന്യൂവിന്റെ പ്രധാനപ്പെട്ട ഉറവിടങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മേധാവികൾ തങ്ങളുടെ കീഴിലുള്ള റവന്യൂ കളക്ഷന്റെ പുരോഗതി ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ടതാണ്. അത് സാധാരണഗതിയിൽ നടന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇനി നമ്മൾ പറയുന്ന റെന്റാണ്, അതായത് ഗവൺമെന്റ് ജീവനക്കാർ കൈവശം വെച്ചിരിക്കുന്ന ഗവൺമെന്റ് കെട്ടിടങ്ങളിൽ നിന്നും കിട്ടാനുള്ള വാടകയെ പറ്റിയാണ്. അത് പറയുമ്പോൾ ഗവൺമെന്റ് കെട്ടിടങ്ങളെ പ്രധാനമായിട്ടും നമ്മൾ രണ്ട് വിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന്, പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള കെട്ടിടങ്ങൾ. രണ്ട്, പൊതുമരാമത്ത് വകുപ്പ് ഒഴികെയുള്ള മറ്റു വകുപ്പുകളുടെ അധീനതയിലുള്ള കെട്ടിടങ്ങൾ എന്നിങ്ങനെ രണ്ടാക്കി ഈ കെട്ടിടങ്ങളെ നമ്മൾ റെന്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ, വാടകയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഈ കെട്ടിടങ്ങളെ രണ്ട് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, പൊതുമരാമത്ത് വകുപ്പിന്റെ PWDയുടെ അധീനതയിലുള്ള കെട്ടിടങ്ങൾ. രണ്ട്, പൊതുമരാമത്ത് വകുപ്പ് ഒഴികെ മറ്റു വകുപ്പുകളുടെ കീഴിലുള്ള കെട്ടിടങ്ങൾ എന്നിങ്ങനെ. നമ്മൾ ഈ വാടക ഈടാക്കുന്ന കാര്യത്തിൽ PWD ബിൽഡിങ്സിന്റെ വാടക ശരിക്കും ഈടാക്കേണ്ട, അത് കവർ ചെയ്യേണ്ടത് ബന്ധപ്പെട്ട PWDയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. എന്നാൽ സാധാരണ സർക്കാർ ക്വാർട്ടേഴ്സിന്റെ വാടക റിക്കവർ ചെയ്യേണ്ടത് അല്ലെ കവർ ചെയ്യേണ്ടത് അത് ബന്ധപ്പെട്ട ഒന്നുകിൽ DDOമാര്, അല്ലെ DDOമാരെന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ ശമ്പള വിതരണ ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥൻ ബില്ലിൽ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാർ കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ വാടക അത് ബില്ലിൽ കുറവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ശമ്പള വിതരണ ഉദ്യോഗസ്ഥന്റെയാണ്. എന്നാൽ സെൽഫ് ഡ്രോയിങ് ഓഫീസേഴ്സ്, അതായത് സ്വന്തം ശമ്പളം എഴുതി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാര് അവരുടെ ബില്ലില് സ്വയം ഈ വാടക കുറവ് ചെയ്യേണ്ടതാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ വാടക താമസാവശ്യത്തിനും അക്വയർ ചെയ്തായിട്ടുള്ള ഗവൺമെന്റ് ചാർജുള്ള ജീവനക്കാരന്റെ ചുമതലകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പക്ഷേ എല്ലാ കാര്യങ്ങളും ഏകദേശമൊക്കെ നമുക്ക് അറിയുന്നതാണ്. പിന്നെ നമ്മൾ ഫർദർ ആയിട്ട് അത് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നു. എല്ലാം പറയുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ഇതിനായിട്ട് പോകും. അതിന്റെ ആവശ്യമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇനി വാടകയുടെ ഡിമാൻഡ് ലഭിച്ചു കഴിഞ്ഞാൽ ട്രഷറി ഓഫീസറുടെയും വിതരണ ഉദ്യോഗസ്ഥന്റെയും ചുമതലകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതായത് വാടകയുടെ ഡിമാൻഡ് സ്റ്റേറ്റ്മെന്റ് ലഭിക്കുന്നതിന്മേൽ ഉത്തരവാദപ്പെട്ട ട്രഷറി ഓഫീസറോ വിതരണ ഉദ്യോഗസ്ഥനോ ആ തുക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അടുത്ത ബില്ലിൽ നിന്നും മുൻകൂർ പരാമർശം കൂടാതെ തന്നെ റിക്കവറി നടത്താവുന്നതാണ്.
അത് ജീവനക്കാരനോട് ചോദിക്കേണ്ട, അയാളോട് ഒരു പരാമർശവും നടത്തേണ്ട, അയാൾക്ക് കത്തെഴുതേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഒരു വാടക കിട്ടാനുണ്ടെങ്കിൽ അത് ശമ്പള ബില്ലിൽ കുറവ് ചെയ്യാവുന്നതാണ്. ഇനി സ്വകാര്യ വ്യക്തികളിൽ നിന്നും പെൻഷനർമാരിൽ നിന്നുള്ള ഒരു മാസത്തെ വാടക മുൻകൂറായി റിക്കവർ ചെയ്യേണ്ടതാണ്. പെൻഷനറായ ഒരു വാടകക്കാരനെ ഗവൺമെന്റ് സർവീസിൽ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഒരു സർക്കാർ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരുടെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അത് പിന്നെ വാടക കാലാകാലങ്ങളിൽ പുതുക്കാറുണ്ട്. പിന്നെ നമ്മളുടെ ജീവനക്കാർക്ക് ലഭിക്കുന്ന എമോലുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ വാടക മാറാറുണ്ട്. ഇത്ര ശതമാനം എന്ന രീതിയിലേക്കൊക്കെ വരുമ്പോൾ ഒരു ഇൻക്രിമെന്റ് കൂടുതൽ കിട്ടുമ്പോൾ അതിന്റെ ഇത്ര ശതമാനം എന്ന് പറയുമ്പോൾ ആ ശതമാനം പിന്നെയും മാറി, ആ എമൗണ്ട് മാറി. ശതമാനം മാറിയില്ല, എമൗണ്ട് മാറി. അടുത്ത കൊല്ലം വീണ്ടും ഇൻക്രിമെന്റ് വർദ്ധിക്കും. ഇൻക്രിമെന്റ് കിട്ടി ബേസിക് പേ കൂടുമ്പോൾ ശതമാനത്തിലാണ് കണക്ക് കൂട്ടുന്നത് വാടകയെങ്കിൽ, അപ്പോൾ വീണ്ടും ആ വാടക മാറുകയാണ്. അപ്പോൾ എന്നാൽ സ്വകാര്യ വ്യക്തികളും പെൻഷനായ ആൾക്കാരും ഒരു ഗവൺമെന്റ് ക്വാർട്ടേഴ്സിൽ, ഗവൺമെന്റിന്റെ ഒരു കെട്ടിടത്തിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാടക, സ്വകാര്യ വ്യക്തികളാണെങ്കിലും പെൻഷനർമാരാണെങ്കിലും അവരുടെ വാടക മുൻകൂറായിട്ട് മേടിക്കണം. ആ മുൻകൂർ മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെൻഷനറെ ഗവൺമെന്റ് ഒരു സ്വകാര്യ വ്യക്തിയായിട്ടാണ് കണക്ക് കൂട്ടുന്നത് അല്ല എന്നതാണ് അതിന്റെ ഒരു പിന്നെ അല്ലെങ്കിൽ സർവീസിൽ ഇല്ലാത്ത പെൻഷനർ എന്ന് പറയുന്നത് സർവീസിൽ ഇല്ലാത്ത വ്യക്തിയാണല്ലോ. അപ്പൊ സർവീസിൽ ഇല്ലാത്ത വ്യക്തിയായാലും ശരി, പിന്നെ സ്വകാര്യ വ്യക്തിയായാലും ശരി, വാടക അത്തരത്തിലുണ്ടെങ്കിൽ ആ വാടക മുൻകൂറായിട്ട് മേടിക്കണം. വരുന്ന മാസത്തെ വാടക ഈ മാസം തന്നെ മേടിക്കണം. മറ്റ് ജീവനക്കാരാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് അടുത്ത ശമ്പള ബില്ലിൽ മാത്രം അത് ഡിഡക്റ്റ് ചെയ്താൽ മതി. ഇനി ഓഫീസ് സൗകര്യങ്ങൾ വാടകയ്ക്ക് നൽകുന്ന രീതികളുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് അനുയോജ്യമായ ഗവൺമെന്റ് കെട്ടിടം ലഭ്യമല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി പൊതു ആവശ്യത്തിനായി സ്വകാര്യ കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കെട്ടിടങ്ങൾ വാടകയ്ക്ക് എടുത്ത് ഗവൺമെന്റ് ഓഫീസുകൾ പ്രവർത്തിക്കാം. ഒരു സ്ഥലത്ത് ഗവൺമെന്റ് കെട്ടിടങ്ങൾ ഇല്ലെങ്കിൽ, ലഭ്യമല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യാം. ആ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ഓഫീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ആണ് വാടക നൽകേണ്ടത്. അതിന്റെ വാടക നൽകേണ്ടത് ഡിപ്പാർട്ട്മെന്റ് ആണ്. കെട്ടിടം പൂർണ്ണമായും ഓഫീസ് ആവശ്യത്തിനാണ് വിനിയോഗിക്കുന്നതെങ്കിൽ വാടക പൂർണ്ണമായും ഗവൺമെന്റ് നൽകണം. എന്നാൽ പകുതി ഓഫീസ് ആവശ്യത്തിനും പകുതി താമസ ആവശ്യത്തിനുമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് നൽകേണ്ട വാടക വീട്ടുവാടകയുടെ പകുതിയിൽ കവിയാത്തതും ഓഫീസ് ഉപയോഗത്തിനായി പൂർണ്ണമായും നീക്കിവെച്ചിട്ടുള്ള പ്രധാന കെട്ടിടത്തിന്റെ തുകയ്ക്ക് ആനുപാതികമായിരിക്കുകയും ചെയ്യും. അപ്പൊ പകുതി സ്ഥലം വാടകയ്ക്കായിട്ട് താമസത്തിനായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അതിന്റെ മൊത്തം വാടകയുടെ പകുതി വാടകയായിട്ട് കണക്കാക്കുകയും ആ മറ്റ് പകുതി ഓഫീസ് ആവശ്യത്തിന് ഉപയോഗിച്ച പകുതി, മൊത്തം വാടകയുടെ പകുതി ഗവൺമെന്റ് പിന്നെ നൽകുകയും ചെയ്യണം. ഇനി നമ്മൾ പറയാനുള്ളത് വിവിധ തരം ഫൈനുകളെ കുറിച്ച്. ഇതിപ്പോ ഫൈൻ അടയ്ക്കാറുണ്ട് നമ്മൾ. ഒരു വാഹനത്തിന്റെ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാൽ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട്. പിന്നെ പോലീസുകാർ മറ്റേതെങ്കിലും കുറ്റങ്ങളിൽ ഫൈൻ അടിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഫൈനുകൾ സർക്കാരിന്റെ ഒരു റവന്യൂ ആണ്. അപ്പോൾ ഫൈനുകൾ നമ്മൾ ഈടാക്കുമ്പോൾ, ഇത്തരത്തിൽ ഈടാക്കുമ്പോൾ ഗവൺമെന്റ് ജീവനക്കാർക്ക് ചുമതലകളുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ഫൈനുകൾ താമസം കൂടാതെ ട്രഷറിയിൽ അടയ്ക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ചുമതല ഫൈൻ ചുമത്തുന്ന കോടതിക്കോ അധികാര കേന്ദ്രത്തിനോ ആണ്. ഇപ്പോൾ ഫൈൻ ചുമത്തുന്നവർ പലരുണ്ടാവും. ഒന്നുകിൽ അത് പോലീസ് ഓഫീസർമാരായിരിക്കാം, അല്ലെ കോടതികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിന് പവറുള്ള ഉദ്യോഗസ്ഥരായിരിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് ഫൈൻ ചുമത്തിയിട്ടുണ്ടെങ്കിൽ അത് ട്രഷറിയിൽ അടയ്ക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം പിന്നെ ആർക്കാണോ ഈ ചുമത്തുന്ന കോടതിക്കായാലും അത് അധികാര കേന്ദ്രം ഏതാണോ ആ അധികാര കേന്ദ്രത്തിന് ആണ്. ഫൈൻ ചുമത്തുന്ന ബന്ധപ്പെട്ട കോടതി ഫൈനിന്റെ ഡിമാൻഡ്, കളക്ഷൻ, ബാക്കി, എഴുതി തള്ളിയവ എന്നിവ സംബന്ധിച്ച് ഫോറം നമ്പർ 2 ഒരു പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് ജില്ലാ ജഡ്ജിക്കോ ജില്ലാ മജിസ്ട്രേറ്റിനോ അയച്ചു കൊടുക്കേണ്ടതാണ്. അത് ഫൈൻ ചുമത്തുന്ന കോടതിയുടെ കാര്യമാണ്. ആ കോടതി എന്ത് ചെയ്യണം? ഫൈനിന്റെ ഡിമാൻഡ്, കളക്ഷൻ, ബാക്കി, എഴുതി തള്ളിയവ
ഫൈൻ ചുമത്തുമ്പോൾ ചിലപ്പോൾ എഴുത്തള്ളുന്നവയുണ്ടാവാം, ചിലപ്പം കളക്ഷൻ മുഴുവനായിട്ട് കിട്ടാത്തവയുണ്ടാവും. ബാക്കി എത്രയാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ജില്ലാ ജഡ്ജിക്കോ ജില്ലാ മജിസ്ട്രേറ്റിനോ അയച്ചു കൊടുക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു ജില്ലയിൽ ചുമത്തിയ ഫൈന് മറ്റേതെങ്കിലും ജില്ലയിൽ നിന്നും ഈടാക്കേണ്ടി വരുമ്പോൾ ആ തുക പിഴ ചുമത്തിയ കോടതിയിലല്ല കൊടുക്കേണ്ടത്, മറിച്ച് ഫൈൻ സ്റ്റേറ്റ്മെന്റുകളുടെ ആവശ്യങ്ങൾക്കായി അത് ഈടാക്കിയ സ്ഥലത്തെ കോടതി ചുമത്തിയിട്ടുള്ളതായി കണക്കാക്കിയാണ്. അപ്പോൾ ഫൈൻ ഫൈൻ ഈടാക്കിയ സ്ഥലത്തെ കോടതി ചുമത്തിയിട്ടുള്ളതായിട്ടാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ കണക്കാക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഫൈനുകൾ പിന്നെ ഈടാക്കുന്നത് സംബന്ധിച്ച അക്കൗണ്ടുകൾ, ഫൈൻ ഈടാക്കുന്നതിന് നമ്മൾ എന്ത് വേണം? ഫൈൻ ഈടാക്കിയിട്ട് ട്രഷറിയിൽ അടച്ചാൽ പോരാ, അതിന്റെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നതിനുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. എല്ലാ കോടതിയിലാണ് ഇതെങ്കിൽ അവിടെ 2 തലക്കെട്ടുകളോട് കൂടിയ റെമിറ്റൻസ് ബുക്കുകൾ സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. ഒന്ന് കോർട്ട് ഓഫ് ലോ, മറ്റൊന്ന് സ്റ്റാമ്പുകൾ, അതായത് സ്റ്റാമ്പ്സ്. അപ്പൊ കോർട്ട് ഓഫ് ലോ, സ്റ്റാമ്പ്സ് എന്നിങ്ങനെ 2 തലക്കെട്ടുകളോട് കൂടിയ റെമിറ്റൻസ് ബുക്കുകൾ എല്ലാ കോടതിയിലും സൂക്ഷിക്കേണ്ടതാണ്. ഇനി സ്റ്റാമ്പുകൾ, പെനാൽറ്റികൾ, സ്റ്റാമ്പ് ഡ്യൂട്ടിയിലെ കുറവുകൾ എന്നിവ സ്റ്റാമ്പുകൾ എന്ന റെമിറ്റൻസ് ബുക്കിന് കീഴിലും സിവില്, ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ട ഫൈനുകൾ, ഫീസുകൾ, കോടതി ഈടാക്കുന്ന മറ്റിനങ്ങളിൽ എന്നിവ കോർട്ട് ഓഫ് ലോ എന്ന റെമിറ്റൻസ് ബുക്കിന് കീഴിലും രേഖപ്പെടുത്തേണ്ടതാണ്. ഇപ്പൊ 2 റെമിറ്റൻസ് ബുക്ക് വെക്കും ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് കോർട്ട് ഓഫ് ലോ എന്നെഴുതിയ റെമിറ്റൻസ് ബുക്ക്, മറ്റൊന്ന് സ്റ്റാമ്പ്സ് എന്നെഴുതിയ റെമിറ്റൻസ് ബുക്ക്. ഈ സ്റ്റാമ്പ്സിന്റെ കീഴിലെ പെനാൽറ്റികൾ, സ്റ്റാമ്പ് ഡ്യൂട്ടിയിലെ കുറവുകൾ എന്നിവ ഈ ബുക്കിലും, സ്റ്റാമ്പ്സ് എന്ന് പറയുന്ന ബുക്കിലും, സ്റ്റാമ്പുകൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ബുക്കിലും, സിവിൽ, ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ട ഫൈനുകൾ, ഫീസുകൾ, കോടതി ഈടാക്കുന്ന മറ്റിനങ്ങൾ എന്നിവ കോർട്ട് ഓഫ് ലോ എന്ന റെമിറ്റൻസ് ബുക്കിന് കീഴിലും രേഖപ്പെടുത്തേണ്ടതാണ്. ഇതാണ് ആ കോടതികളിൽ ഈ ഫൈനുകൾ ഈടാക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കോടതികളിൽ സൂക്ഷിക്കേണ്ട 2 റെമിറ്റൻസ് ബുക്കുകളെ പറ്റിയാണ്, ആ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്ന നടപടിക്രമങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് സ്റ്റേഷനറികളുടെ വിലയിടൽ. നമുക്ക് ഗവൺമെന്റിന് ഒരു സ്റ്റേഷനറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അത് നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ സാധന സാമഗ്രികളുടെ വിലയിടൽ, സപ്ലൈക്ക് വേണ്ടിയുള്ള ചാർജുകൾ റിക്കവറി നടത്തൽ എന്നിവ ചുമതല സ്റ്റേഷനറി ഡിപ്പാർട്ട്മെന്റിനാണ്. ഈ സ്റ്റേഷനറികളുടെ വിലയിടൽ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രസിദ്ധീകരണങ്ങൾക്ക് വിലയിടുക എന്ന് പറയും. അപ്പോൾ പ്രസിദ്ധീകരണങ്ങൾക്ക് വിലയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പൊതു തത്വം എന്ന നിലയിൽ ചെലവിനെ അടിസ്ഥാനമാക്കി പ്രസിദ്ധീകരണങ്ങൾക്ക് വില നിശ്ചയിക്കേണ്ടതും ചെലവായ തുകയുടെ 50% മുകളിൽ വിൽപ്പന വില നിശ്ചയിക്കേണ്ടതുമാണ്. അപ്പൊ നമ്മൾ ഒരു ആ പ്രസിദ്ധീകരണം 100 രൂപ ചെലവായി, പ്രസിദ്ധീകരണത്തിന്റെ യഥാർത്ഥ ചെലവ് 100 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതിന്റെ വില 150 രൂപയായിട്ടാണ് നിശ്ചയിക്കേണ്ടത്, മിനിമം. അതിൽ കൂടാം. അപ്പൊ സാധാരണഗതിയിൽ പൊതുതത്വം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അങ്ങനെയാണ് പറയുക. അതായത് 50% ചെലവായ തുകയുടെ 50% കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ആ പ്രസിദ്ധീകരണത്തിന്റെ വില നിശ്ചയിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഇതൊക്കെ ഇങ്ങനെ വില നിശ്ചയിക്കുമ്പോഴൊക്കെ 50% കൂട്ടി വില നിശ്ചയിക്കുന്നതൊക്കെ തന്നെ അത് സർക്കാർ റവന്യൂവിലേക്കാണ് വരുന്നത്. ഇനി നോട്ടറി പബ്ലിക് എന്ന നിലയിൽ ഗവൺമെന്റ് ഓഫീസർമാർ സ്വീകരിക്കുന്ന ഫീസ്. ഗവൺമെന്റ് ഓഫീസർമാർ ചില നോട്ടറിമാരായിട്ടുണ്ട്. ഇപ്പോൾ നോട്ടറി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ അറ്റസ്റ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന പ്രത്യേകമായ അറ്റസ്റ്റേഷൻ ആവശ്യമുള്ള കാര്യങ്ങളിൽ ചുമതലപ്പെട്ട ചില ഉദ്യോഗസ്ഥരാണ് ഈ നോട്ടറി എന്ന് പറയുന്നത്. അതൊരു പവറാണ്. അവർക്ക് ഇത്തരത്തിലുള്ള രേഖകൾ അറ്റസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് ജീവനക്കാരായിട്ടുള്ള നോട്ടറി പബ്ലിക്കുമാർ അവർ നോട്ടറി പബ്ലിക് എന്ന നിലയിൽ സ്വീകരിച്ചിട്ടുള്ള ചാർജുകളിൽ അവരുടെ ചെലവ് കഴിച്ച് ഫീസിന്റെ ബാക്കി തുക
അതാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരുടെ ചെലവിൻ്റെ, കാരണം അവര് സർക്കാർ ഉദ്യോഗസ്ഥരാണ്, പുറത്തുള്ള ആൾക്കാരല്ല. അപ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഈ നോട്ടറി പബ്ലിക്കുമാർ എന്ന നിലയിൽ സ്വീകരിച്ചിട്ടുള്ള ചാർജുകളിൽ ചെലവ് കഴിച്ചിട്ടുള്ള തുക അവര് ഒരു ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. ട്രഷറിയിലെ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ ഹെഡ് ഓഫ് അക്കൗണ്ട് സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. ആ ഹെഡ് ഓഫ് അക്കൗണ്ട് ഇതാണ്. നോട്ടറി ഗവൺമെന്റ് ഓഫീസർമാർ, നോട്ടറിമാരായിട്ടുള്ളവര് അവര് ഈ സർവീസ് ചാർജ് ഇനത്തിൽ അല്ലെങ്കിൽ ലോട്ടറി പബ്ലിക് എന്ന നിലയിൽ സ്വീകരിച്ചിട്ട് ചാർജ് ഉണ്ടെങ്കിൽ അത് അവരുടെ ചെലവ് കഴിച്ചിട്ട് ബാക്കി തുക ട്രഷറിയിൽ അടയ്ക്കണം. ഹെഡ് ഓഫ് അക്കൗണ്ട് ഇതാണ്: 0070 അതർ അഡ്മിനിസ്ട്രേഷൻ സർവീസ്, 01 അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, 101 സർവീസ് ആൻഡ് സർവീസ് ഫീസ്, 102 ഫൈൻ ആൻഡ് ഫോർഫിച്ചേഴ്സ്, 800 അതർ റെസീറ്റ്സ് എന്ന അക്കൗണ്ട് ഹെഡിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇനി സാധാരണഗതി ഇനി അടുത്ത് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ ഗവൺമെന്റ് സാധനങ്ങൾ ഒന്നും തന്നെ കടത്തിൽ വിൽപ്പന നടത്താൻ പാടുള്ളതല്ല. എന്ന് പറഞ്ഞാൽ കടം കൊടുക്കാൻ പാടില്ല ഗവൺമെന്റ് സാധനങ്ങൾ എന്നാണ് സാധാരണഗതിയിൽ. എന്നാൽ പാലുൽപ്പന്നങ്ങൾ, വളം എന്നിവയുടെ വിൽപ്പന സംബന്ധിച്ച് ചില വ്യവസ്ഥകൾക്ക് വിധേയമായി ചില ഡിപ്പാർട്ട്മെന്റുകളെ ഗവൺമെന്റ് അവയുടെ വിൽപ്പന പ്രത്യേക ഉത്തരവ് മൂലം അനുവദിച്ചിട്ടുമ്പോഴല്ലാതെ യാതൊരു ഗവൺമെന്റ് സാധനങ്ങളും കടത്തിൽ വിൽപ്പന നടത്താൻ പാടില്ല. എന്ന് പറഞ്ഞാൽ പാലുൽപ്പന്നങ്ങൾ, വളം എന്നിവ കടത്തിൽ കൊടുക്കാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ ഗവൺമെന്റ് ഉത്തരവ് നൽകാറുണ്ട്. ബാക്കി സാധനങ്ങൾക്കൊന്നും അത് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഗവൺമെന്റിലേക്ക് കിട്ടാനുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള, ലോക്കൽ ബോഡീസിൽ നിന്നുള്ള കുടിശ്ശികകൾ, അതിനെപ്പറ്റിയാണ് നമ്മൾ അടുത്തത് പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ അഥവാ ലോക്കൽ ബോഡികൾ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഗവൺമെന്റ് നൽകിയിട്ടുള്ള സേവനങ്ങൾക്കുള്ള ചെലവായ ചാർജുകളുടെയോ എസ്റ്റിമേറ്റ് തുക മുൻകൂറായി അടയ്ക്കാൻ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ ഒരു തദ്ദേശ സ്ഥാപനത്തിന് ചെയ്യാവുന്ന കാര്യമാണ് ഇത് പറഞ്ഞത്. സ്വകാര്യ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന സേവനങ്ങൾക്ക്, ആ സേവനങ്ങൾക്ക് ചെലവായ ചാർജുകളുടെയോ വരാനിരിക്കുന്ന എസ്റ്റിമേറ്റ് തുക എന്ത് ചെയ്യാം? മുൻകൂറായിട്ട് അടയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെടാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്തിട്ടുള്ള വായ്പയുടെ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഓവർ ഡ്യൂ ഇൻസ്റ്റാൾമെന്റ് ഉൾപ്പെടെ ഗവൺമെന്റ് ലഭിക്കാനുള്ള തുക അവർക്ക് നൽകുന്ന ഗ്രാന്റ് ഇൻ എയ്ഡിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അതായത് ഒരു തദ്ദേശ സ്ഥാപനങ്ങൾ വായ്പ എടുത്തിട്ടുണ്ട്, ഗവൺമെന്റിൽ നിന്നും വായ്പ എടുത്ത് അത് തിരിച്ചടയ്ക്കാൻ ബാക്കിയുണ്ടെങ്കിൽ, ഓവർ ഡ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഗ്രാന്റ് ഇൻ എയ്ഡ്, അതായത് സാമ്പത്തിക സഹായം ഉണ്ടാവും. ആ സാമ്പത്തിക സഹായത്തിൽ നിന്ന് ഈ ഡ്യൂസ്, ഈ തദ്ദേശ സ്ഥാപനങ്ങൾ അടയ്ക്കാനുള്ള ഡ്യൂസ് തട്ടിക്കിഴിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ റവന്യൂ റീഫണ്ടുകളെ പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. റീഫണ്ട് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ഒരാൾ ശരിക്കും അധികമായി അടച്ച പണമോ, ഒരു സർക്കാർ റവന്യൂവിലേക്ക് അധികമായി അടച്ച പണമോ അല്ലെങ്കിൽ തിരികെ ലഭിക്കാൻ അർഹതയുള്ള തുകയോ ക്ലെയിം ചെയ്യുന്നതിനാണ്, അത് തിരിച്ചു കൊടുക്കുന്നതിനാണ് റീഫണ്ട് ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. ഈ റീഫണ്ട് ഓഫ് റവന്യൂ ആരാണോ ക്ലെയിം ചെയ്യുന്നത്, ആ ക്ലെയിം ചെയ്യുന്നതിന് സമയപരിധിയുണ്ട്. ആ സമയപരിധി കഴിഞ്ഞാൽ ഈ റീഫണ്ട് ഓഫ് റവന്യൂ തിരികെ കൊടുക്കുന്നതല്ല എന്ന കാര്യമാണ് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ റീഫണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റവന്യൂ റീഫണ്ടിനുള്ള ഏതെങ്കിലും അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ, അപേക്ഷ ഞാൻ പറഞ്ഞു നിശ്ചിത സമയപരിധിക്കുള്ളിൽ കൊടുത്താലേ റീഫണ്ട് ഉണ്ടാവും. ആ പ്രത്യേക ഇനിയും അക്കൗണ്ടിൽ വരവ് വെച്ച ഓഫീസർ നിർദ്ദിഷ്ട തുകയുമായി ബന്ധപ്പെട്ട ഒറിജിനൽ റെക്കോർഡ് കണ്ടെത്തണം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒറിജിനൽ റെക്കോർഡ് കണ്ടെത്തേണ്ടതാണ്. ആ ക്ലെയിം ഒറിജിനൽ രേഖകളുമായിട്ട് വെരിഫൈ ചെയ്യണം. അതായത് ഈ പണം, അതായത് സർക്കാർ ഖജനാവിലേക്ക് റവന്യൂ ആയിട്ട് അടച്ചിട്ടുള്ള പണമാണ് നമ്മൾ
അധികം അടച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ തിരികെ അർഹതയുള്ളതായ പണത്തെ പറ്റിയാണ് അവർ റീഫണ്ട് ക്ലെയിം ചെയ്യുന്നത്. ആ റീഫണ്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറിജിനൽ രേഖകളുമായിട്ട് വെരിഫൈ ചെയ്യണം. പിന്നെ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിലാണോ അപേക്ഷിച്ചിട്ടുള്ളത് എന്ന് നോക്കണം. ഇനി അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിന്ന് അതിൻ്റെ ഉത്തരവ് റീഫണ്ടിനുള്ള ഉത്തരവ് നൽകണം. ഇപ്പോൾ റീഫണ്ട് നൽകാവുന്നതാണെന്ന് ബോധ്യപ്പെട്ടാൽ റീഫണ്ട് ഓർഡർ നമ്മൾ ഈ ജീവനക്കാരൻ തയ്യാറാക്കണം. അപ്പോൾ അത്തരത്തിലൊരു സംഭവം റീഫണ്ട് നടന്നാൽ ആ റീഫണ്ട് നടക്കുമ്പോൾ അതിൻ്റെ രേഖപ്പെടുത്തലുകളെല്ലാം റെസീറ്റിൻ്റെ കൗണ്ടർ ഫോയില് റീഫണ്ട് രേഖകൾ പിന്നെ വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം. അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള റെസീറ്റ് ഉണ്ടെങ്കിൽ അത് തിരികെ വാങ്ങി നശിപ്പിച്ച് കളയണം. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ മാത്രമേ എന്ത് വരുള്ളൂ, പിന്നെ വീണ്ടും ഈ റീഫണ്ട് കിട്ടിയില്ല അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കൗണ്ടർ ഫോയിലിൽ രേഖപ്പെടുത്തണം. ഒപ്പം കഴിയുമെങ്കിൽ അവർക്ക് നൽകിയിട്ട് റെസീറ്റ് തിരികെ വാങ്ങി നശിപ്പിച്ചു കളയുകയും ചെയ്യാം. അതാണ് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് റവന്യൂ റെമിഷനെ കുറിച്ചാണ്. റവന്യൂ റെമിഷൻ എന്ന് പറയുന്നത് സർക്കാരിലേക്ക് കിട്ടേണ്ട ചില വരുമാനങ്ങൾ സർക്കാർ ഒഴിവാക്കി കൊടുക്കാറുണ്ട്. അതാണ് റവന്യൂ റെമിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അത് നികുതി ഇളവ് ആണ് ശരിക്കും. ഈ റെമിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നികുതി ഇളവാണ്. ആ നികുതി ഇളവ് എന്നത് പിന്നെ ഏത് വഴിയുള്ള വരുമാനം ആണ് ഉപേക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ടാക്സേഷൻ ലോ വഴിയുള്ള വരുമാനവും നൽകിയ സേവനങ്ങൾക്കുള്ള വരുമാനവും, അതായത് സർവീസ് റെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള വരുമാനവും ലാൻഡ് റവന്യൂവിലെ ഭൂനികുതിയുമായി ബന്ധപ്പെട്ട വരുമാനങ്ങളിലുമാണ് ഈ നികുതി ഇളവ് അനുവദിക്കാറുള്ളത്. അപ്പൊ റിക്കവറി നടത്തുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും വിനിയോഗിക്കാതെ ക്ലെയിമുകൾ ഉപേക്ഷിക്കുന്നതിനെയാണ് ശരിക്കും റവന്യൂ റെമിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു നികുതി ഇളവ് നൽകുകയാണ് ഇത് ശരിക്കും അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നികുതി ഇളവ് എല്ലാ കാറ്റഗറിയിലും നികുതി ഇളവ് കൊടുക്കില്ല. ആ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള റെമിഷൻ ഓഫ് റവന്യൂ അഥവാ നികുതി ഇളവ് നൽകുന്നത്. അതായത് ഒന്ന് ടാക്സേഷൻ ലോയിലാണ്, അതായത് നികുതി നിയമങ്ങൾ വഴിയുള്ള നികുതി ഇളവ്. മറ്റൊന്ന് സർവീസ് റെന്റഡ്, അതായത് നൽകിയ സേവനങ്ങൾക്കുള്ള നികുതി ഇളവ്. മറ്റൊന്ന് ലാൻഡ് റവന്യൂ, ഭൂനികുതിയുമായി ബന്ധപ്പെട്ട നികുതി ഇളവ്. ഈ 3 പ്രധാനമായിട്ട് റെമിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇങ്ങനെ ഉള്ള റെമിഷൻസ് അഥവാ നികുതി ഇളവുകൾ ഓരോ വകുപ്പും എല്ലാ വകുപ്പ് മേധാവികളും ജൂൺ 1 എല്ലാ വർഷവും ജൂൺ 1 അതിനു മുമ്പായോ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അനുമതി നൽകിയിട്ടുള്ള റവന്യൂ റെമിഷനുകൾ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നികുതി ഇളവ് കഴിഞ്ഞ വർഷം ഏതൊക്കെ കേസുകളിൽ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തു എന്നുള്ള കാര്യം എല്ലാ വർഷവും ജൂൺ 1 മുമ്പായിട്ട് അക്കൗണ്ടന്റ് ജനറലിന് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾ അയച്ചു കൊടുക്കേണ്ടതാണ്. അതാണ് റെമിഷനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞിരുന്നത് വെയ്വർ ഓഫ് റവന്യൂ എന്ന് പറഞ്ഞാൽ റവന്യൂ വേണ്ടെന്ന് വെക്കൽ എന്നതാണ് അത് പറയുന്നത്. അത് പറയുന്നത് അമിതമായി നൽകിയ തുക തിരിച്ചു പിടിക്കാതിരിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിക്കുക. ഒരു പിന്നെ റവന്യൂ അമിതമായിട്ട് നൽകുക. ഇപ്പൊ റവന്യൂ ഉപേക്ഷിക്കലാണ് ശരിക്കും വെയ്വർ ഓഫ് റവന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിക്കവറിക്ക് സാധ്യത ഒന്നും ഇല്ലാത്ത സന്ദർഭങ്ങളിൽ ഈ റവന്യൂ സർക്കാരിലേക്ക് കിട്ടേണ്ട റവന്യൂ എഴുതി തള്ളുന്നതിനാണ് ശരിക്കും വെയ്വർ ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. ഒറ്റ വാക്കിലെ വെയ്വർ എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് എഴുതി തള്ളലാണ് എന്ന് പറയും. മറ്റത് റെമിഷൻ എന്ന് പറയുന്നത് ഇളവ് കൊടുക്കലാണ്, നികുതി ഇളവ് കൊടുക്കലാണ് റെമിഷൻ ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. എന്നാൽ വെയ്വർ ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ശരിക്കും ഒരു എഴുതി തള്ളലാണ്, അല്ലെങ്കിൽ റവന്യൂ ഉപേക്ഷിക്കലാണ്. റിക്കവറി നടത്താനുള്ള എല്ലാ വഴികളും വിനിയോഗിക്കാതെ
ഓവർ പേയ്മെന്റിന്റെയോ അതേപോലെയുള്ള ക്ലെയിമുകളുടെയോ റിക്കവറിയാണ് വേണ്ടെന്ന് വെക്കുന്നത്. ഓവർ പേയ്മെന്റ് എന്ന് പറഞ്ഞാല് അമിതമായി നൽകിയ തുക തിരിച്ചു പിടിക്കാതിരിക്കുക. അതാണ് ശരിക്കും ഈ വെയ്വറിൽ പറയുന്നത്. പ്രധാനമായിട്ടും ഓവർ പേയ്മെന്റിൽ അഥവാ അമിതമായ തുക തിരിച്ചു പിടിക്കാതിരിക്കുക, അത് ഒഴിവാക്കലാണ് ഈ വെയ്വറിൽ ചെയ്യുന്നത് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടും ഏകദേശം ഒരുപോലെ തോന്നുമെങ്കിലും ചെറിയ കാര്യത്തിൽ മാത്രമേ റെമിഷനും വെയ്വറും തമ്മിൽ, അതായത് റവന്യൂ റെമിഷനും നികുതി ഇളവും റവന്യൂ വേണ്ടെന്ന് വെക്കലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നികുതി ഇളവ് ഞാൻ പറഞ്ഞു 2-3 കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും നികുതി ഇളവ് നൽകുക. എന്നാൽ റവന്യൂ വേണ്ടെന്ന് വെക്കുന്നത് ശരിക്കും അമിതമായി നൽകിയ തുക തിരിച്ചു പിടിക്കാതിരിക്കുക, അതായത് എന്ന കാര്യത്തിലാണ് ഈ റവന്യൂ വെയ്വർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെമിഷനെ പോലെ തന്നെ റവന്യൂ വെയ്വറും ഏതൊക്കെ ക്ലെയിമുകളാണ് വേണ്ടെന്ന് വെച്ചത്, ഓവർ പേയ്മെന്റ് പോലെയുള്ളത് വെയ്വർ ആയിട്ടുള്ള ക്ലെയിമുകൾ ഏതൊക്കെയാണെന്ന് എല്ലാ വർഷവും ജൂൺ 1 മുമ്പായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾ ജൂൺ 1 മുമ്പായിട്ട് റവന്യൂ ഉപേക്ഷിക്കുന്നതിന്റെ അനുമതി നൽകിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടന്റ് ജനറലിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ഈ റെമിഷൻ ഓഫ് റവന്യൂ അതേപോലെ വെയ്വർ ഓഫ് റവന്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥിരമായിട്ട് ആ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ 2ാമത്തെ ചാപ്റ്ററിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് കേൾക്കുക. നിങ്ങൾക്കറിയാം, പിന്നെ എൻ്റെ ക്ലാസ്സുകളൊക്കെ തന്നെ പിന്നെ കേട്ട് പഠിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ കേട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയും അതുകൊണ്ടാണ് എഴുതി കാണിക്കാത്തത്. കേട്ട് പഠിച്ച് നമുക്ക് വനിതാ ജീവനക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഇത് കേട്ട് നമുക്ക് പഠിക്കാവുന്നതാണ്. ആ രീതിയിലാണ് ഇത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും വീണ്ടും വീണ്ടും കേൾക്കുക. അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്ററുകളുമായി ബന്ധപ്പെട്ട മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.